നമസ്കാരം. കോതമംഗലത്ത് ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും നടന്നു. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും പുസ്തക സ്വീകരണവും സംഘടിപ്പിച്ചു. കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി ഹൈക്കോടതി മുൻ ഗവൺമെന്റ് ലീഡറും GP പ്രമുഖ അഭിഭാഷകയുമായ VH ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് യൂസുഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A രമണൻ സ്വാഗതവും ആബിദ ഹല്ലാജ് നന്ദിയും പറഞ്ഞു. മതമൈത്രി സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, കുഴിയറമഠം വലിയ വീട്ടിൽ സുരേഷ് സ്വാമി റിട്ടയർഡ്, IG AM മുഹമ്മദ്, കോതമംഗലം വടാത്ത് ദന്താശുപത്രി അധികൃതർ, ടെലിഫിലിം ഡയറക്ടർ അൽത്താഫ് MA, നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ, വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി കാശിനാഥ് രാജീവ്, ദീർഘകാലം പ്രവാസിയായിരുന്ന മൈദീൻ ഇഞ്ചക്കുടി, പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനത്തിന് MM അബ്ദുൾ റഹ്മാൻ, മാലിക് ദീനാർ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ VM മുഹമ്മദ്, ഡ്രീംസ് ജോബ് കൺസൾട്ടൻസി ചെയർമാൻ അലി പൊന്നപ്പാല, മെന്റർ അക്കാദമി ഡയറക്ടർ ആശ ലില്ലി തോമസ്, നെല്ലിമറ്റം MBITS കോളേജ് NSS യൂണിറ്റ് എന്നിവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. VH ജാസ്മിന് ഫാദർ ജോസ് പരുത്തുവയലിലും സുരേഷ് സ്വാമിയും ചേർന്ന് ഉപഹാരം കൈമാറി. ഗവൺമെന്റിന്റെയോ മാത്രം സ്വാധീനമല്ല, മറിച്ച് കേരളത്തിലെ ആളുകൾ സിംഗപ്പൂരിലും ബർമയിലും പിന്നീട് വന്ന ഗൾഫ് ഭൂമിയിലേക്ക് 1975 മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അതിനുശേഷം 90s ശേഷം യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം നമ്മുടെ നാടും വീടും മറന്നുകൊണ്ട് അവരവരുടെ ജീവനും മറ്റു നാടുകളിൽ മോഹിച്ച് ആ പണം മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന്റെ ഒരു അഭിവൃദ്ധിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. നമ്മുടെ നാടുകളിലെ വീടുകളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ജനറേഷൻ, ഇപ്പം മക്കൾക്ക് എല്ലാവർക്കും കാനഡയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലേക്കും ഒക്കെ പോകാൻ പ്രചോദനമാകുന്നത് നമ്മുടെ തലമുറ കപ്പലിൽ കൂടിയും കള്ളവണ്ടി കയറിയും ഒക്കെ നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് ത്യാഗം അനുഭവിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റാണ്